5 രൂപ മുതൽ 200 രൂപ വരെയുള്ള ലാഭമേളയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളും ഇതിൻ്റെ ഉള്ളിൽ എത്രമാത്രം നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഐറ്റംസുകളാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫുള്ള് പാത്രങ്ങളും ഒരുപാട് അടിപൊളി ഐറ്റംസുകളും നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒരുപാട് ഐറ്റംസും ഉണ്ട്. പക്ഷേ എനിക്ക് കൂടുതലൊരു അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് സ്റ്റീൽ പാത്രങ്ങളാണ് കേട്ടോ. നമ്മൾ എവിടെ സ്റ്റീൽ പാത്രങ്ങൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് ക്വാളിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളതൊന്ന് എടുത്തു നോക്കും, വെയിറ്റ് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നല്ല വെയിറ്റ് ഉള്ളതും നല്ല വെട്ടിത്തിളങ്ങുന്നതുമായിട്ടുള്ള അടിപൊളി സ്റ്റീൽ പാത്രങ്ങളാണ് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ളത്. എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്, അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പം എത്രത്തോളം വിശ്വാസം ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളത് നേരിട്ട് വന്ന് കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവരുടെ ഈ ഓഫറൊക്കെ കഴിയുന്നതിന് മുൻപ് തന്നെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യാം. പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. പണ്ടൊക്കെ എൻ്റെയൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ ഞാൻ ഇന്നും കാണുന്നത് സ്റ്റീൽ പാത്രമാണ് കൂടുതലും. നമ്മുടെ വീടുകളിലൊക്കെ കൂടുതലും ഉപയോഗിക്കുന്ന സ്റ്റീൽ പാത്രമാണ്. ഇപ്പോഴും നല്ല പുതിയ രൂപത്തിലും ഭാവത്തിലും സ്റ്റീൽ പാത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. പ്ലേറ്റുകളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ തിന്നുമ്പോൾ ഒരു പ്രത്യേക തൃപ്തിയാണ് കേട്ടോ. അപ്പോൾ സ്റ്റീൽ പാത്രം മാത്രമല്ല, ഇവിടെ എല്ലാ ഐറ്റംസും അവൈലബിൾ ആണ്. ചിരവ, പിന്നെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പലക, അതൊക്കെ നല്ല ഡിസൈനിലുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടപ്പെട്ടത് സ്റ്റീൽ പാത്രം തന്നെയാണ് കേട്ടോ. പിന്നെ നല്ല വില കൂടിയ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്, വില കുറഞ്ഞ ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. ഈ സെക്ഷനിലുള്ളതൊക്കെ ഒരെണ്ണം 230 രൂപ വെച്ചിട്ടാണ് കേട്ടോ. നല്ല വെയിറ്റുള്ള സ്റ്റീൽ പാത്രം തന്നെയാണ്. പിന്നെ വില കുറവുള്ളതും തൊട്ടപ്പുറത്തെ സൈഡിൽ തന്നെയുണ്ട്. എന്ന് വിചാരിച്ചിട്ട് അതിന് കനം കുറവോ ക്വാളിറ്റി കുറവോ ഒന്നുമില്ല കേട്ടോ. വലുപ്പത്തിനനുസരിച്ചിട്ടാണ് ഓരോന്നിൻ്റെയും റേറ്റ് വരുന്നത്. വലിയ പാത്രങ്ങൾക്ക് ആണ് ഇത്രയും വലിയ റേറ്റ് വരുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ അതിനനുസരിച്ചിട്ടുള്ള കുറഞ്ഞ റേറ്റ് തന്നെയാണ്. എല്ലാത്തിനും നല്ല കനവും പിന്നെ കാണാൻ നല്ല ഭംഗിയും ഒക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റിയും പിന്നെ ഇതിൻ്റെ വിലക്കുറവും എല്ലാം അറിയണമെങ്കിൽ, പർച്ചേസ് ചെയ്യണമെങ്കിൽ നേരിട്ട് ഇവിടെ വന്നിട്ട് വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇതിന് മുൻപ് 2 ഓഫർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ 2ലും ഞാൻ ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ആ വീഡിയോ കാണാത്തവർക്ക് ആയിട്ടുള്ളതാണ് ഞാൻ വീണ്ടും ലൊക്കേഷൻ പറയുന്നത്. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റാണ് ഇത് ലൊക്കേഷൻ വരുന്നത്. ഈ ചീനച്ചട്ടിയൊക്കെ നല്ല അടിപൊളി ചീനച്ചട്ടിയാട്ടോ, നല്ല കനമുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ചീനച്ചട്ടി മാത്രമല്ല, ചിരവ, പിന്നെ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന പലക, പിന്നെ നമ്മൾക്ക് ഇരിക്കാനുള്ള ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പലകകൾ, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഈ ഐറ്റംസ് എല്ലാം നിങ്ങൾ ഓഫർ റേറ്റിൽ തന്നെ വാങ്ങുക. നമ്മൾ പുറത്തുനിന്നൊരു ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ നല്ല റേറ്റ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് വിലക്കുറവിൽ സ്വന്തമാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളിതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുന്നിലുള്ള മഹാമേളയിലേക്ക് വന്നാൽ മതി. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ പല ആൾക്കാരും ലൊക്കേഷൻ എവിടെയാണെന്ന് കമൻറ്റിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ ലാസ്റ്റിലാണ് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് വരെ കണ്ട ആൾക്കാർക്ക് ലൊക്കേഷൻ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിന് മുന്നത്തേലും ഞാൻ ലാസ്റ്റ് തന്നെയാണ് ലൊക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ലൊക്കേഷൻ എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുന്നിലാണ് കേട്ടോ മഹാമേള നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമുക്ക് ഇവിടുന്ന് വാങ്ങിയിട്ട് പോകാം. പിന്നെ നല്ല തിക്കും തിരക്കും ഉണ്ടാവും. അപ്പോൾ കുട്ടികളെയൊക്കെ കൊണ്ട് നിങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ. നല്ല തിരക്കും നല്ല ക്യൂ ഉണ്ടാവും ബില്ലടിക്കുന്നിടത്ത്. അപ്പോൾ അതുകൊണ്ട് മക്കളെയൊക്കെ ഇപ്പോൾ 2 പേര് വരികയാണെങ്കിൽ ഒരാൾ കുട്ടികളെ ശ്രദ്ധിച്ചിട്ട് തന്നെ നിൽക്കണം, അത്രയും തിരക്കുണ്ട്. പിന്നെ പറ്റുമെങ്കിൽ മാസ്ക് ധരിച്ചിട്ട് വരിക, കാരണം ഇവിടെ നല്ല പൊടി, ഉള്ളിൽ ഒരുപാട് ജനങ്ങളുള്ളത് കൊണ്ടാണെന്നറിയില്ല, നന്നായിട്ട് പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും പുതിയൊരു ഓഫർ വീഡിയോയുമായി വരാം. ബൈ.